അസ്സലാമു അലൈക്കും. ഷാനു ആദ്യം പോയി 10 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും കേട്ടു പാതി ചാരിയിട്ട റൂം തുറന്ന് ഷാനു എന്ന് വിളിച്ച് ഷാഹി റൂമിലേക്ക് വരുന്നത്. ഞാനേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ദിവസം കുറച്ചായി. ഇപ്പോഴാണോ ഇവൻ എന്നെ കാണാൻ തോന്നിയത്? ഇത് പക്ഷേ എന്നെ കാണാനുള്ള വരവാവില്ല, എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുള്ള വരവാവും. അവൻ്റെ കാര്യം സാധിക്കാനാണല്ലോ എപ്പോഴും അവൻ എന്നെ തേടി വരാറ്. ഷാനു, ഇപ്പോൾ എങ്ങനെയുണ്ട്? നിനക്ക് വേദന കുറവുണ്ടോ? കാല് അനക്കാൻ പറ്റുന്നുണ്ടോ? അതിന് ഷാനു അവനെ നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. നീ എന്തേ വന്നത്? ഞാൻ നിന്നെ കാണാൻ വന്നതാ. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. എന്താ നിൻ്റെ ആവശ്യമെന്ന്? നിൻ്റെ ആവശ്യങ്ങൾക്കല്ലാതെ നീ എന്നെ കാണാറില്ലല്ലോ. ഹോ, തളർന്നു കിടന്നതും ഇവൻ്റെ നാവിനൊരു കുഴപ്പമില്ല. ഇവനൊക്കെ ഈ കിടപ്പിൽ തന്നെ അങ്ങ് തീർത്തേക്കണം. ഈ കിടപ്പിലാകുമ്പോൾ വല്ല അറ്റാക്കും ആണെന്ന് കരുതിക്കോളും എല്ലാവരും. ഷാഹി, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ, എനിക്കൊന്ന് ഉറങ്ങണം. അവനെ ഒഴിവാക്കാൻ വേണ്ടി ഷാനു കള്ളം പറഞ്ഞു. അത് പിന്നെ എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണം. നിൻ്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി, അല്ലാതെ സ്നേഹമൂത്ത് നീ എന്നെ കാണാൻ വരില്ലെന്നറിയാം. മനഃപൂർവ്വം വരാത്തതല്ല ഷാനു. എന്നും ജോലിക്കായി അലഞ്ഞു തിരിഞ്ഞ് നടപ്പാ. പിന്നെ വീട്ടിലെത്തുമ്പോൾ സമയം ഒത്തിരി ആവും. അപ്പോഴൊക്കെ നീ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നിന്നെ ശല്യം ചെയ്യണ്ട എന്ന് കരുതി മിണ്ടാതെ പോകുന്നതാ. എന്നിട്ട് ജോലി ശരിയായോ നിൻ്റെ? ഇല്ല, അതൊക്കെ കുറച്ച് നേരത്തെ നോക്കണമായിരുന്നു. എങ്കിലിപ്പോൾ നീ സെറ്റിലായി പോയേനെ. ഞാൻ നോക്കാത്തത് കൊണ്ടല്ലല്ലോ ഷാനു, കിട്ടാത്തത് കൊണ്ടല്ലേ. നീ എപ്പോഴാണ് ജോലി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയത്? എൻ്റെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം. അതിനു മുമ്പ് എപ്പോഴെങ്കിലും നീ ജോലിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉമ്മാക്കും മോനും അതിഷ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മിണ്ടാതെ ഇരിക്കുന്നത്. ഇപ്പോൾ നീ വിചാരിച്ചാലേ എനിക്കൊരു ജോലി കിട്ടും ഷാനു. പക്ഷെ നീ വിചാരിക്കണം എന്ന് മാത്രം. ഞാൻ വിചാരിച്ചാലോ? അതെങ്ങനെ? ഷാനു, നിൻ്റെ കൂട്ടുകാരനില്ലേ അനീഷ്? അവനും അവൻ്റെ കസിനും ചേർന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കട തന്നെയാണത്. ചിലപ്പോൾ നീ അറിഞ്ഞു കാണും. അവിടെ നീ എനിക്കൊരു വേക്കൻസി ഒപ്പിച്ചു തരണം. നീ പറഞ്ഞാൽ അവന് കേൾക്കാതിരിക്കില്ലല്ലോ. അതിനത് ഓപ്പൺ ചെയ്തില്ലല്ലോ ഷാഹി? ഇല്ല, അടുത്ത സൺഡേ ആണ് ഉദ്ഘാടനം. ഒരുപാട് പേര് അവിടെ ചെന്ന് ജോലി അന്വേഷിച്ചു ചെന്നു എന്നാണ് കേട്ടത്. നീ വിചാരിച്ചാലേ അവിടെ എനിക്കൊരു ജോലി വാങ്ങിച്ചു തരാൻ പറ്റും. ആരും ഞാൻ അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. നീ വിചാരിച്ചാൽ കിട്ടും ഷാനു. ഞാൻ നോക്കാമെന്ന് പറഞ്ഞില്ലേ? ഇന്ന് തന്നെ വിളിക്കോ? വിളിക്കാം. നിനക്ക് കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വേണോ? എന്താ അവൻ്റെ ഒലിപ്പേര്? കാര്യം കാണാൻ വേണ്ടി സോപ്പിട്ട ആളെ മയക്കാൻ ഉമ്മയും മോനും പണ്ടേ മിടുക്കന്മാരല്ലേ. എനിക്കിപ്പോൾ ഒന്നും വേണ്ട. എന്തായി മോനെ, നീ അവനോട് സംസാരിച്ചോ? സംസാരിച്ചു. എന്താ അവൻ്റെ അഹങ്കാരം? പിന്നെ ആവശ്യം എൻ്റേതല്ലേ ഉമ്മ എന്ന് കരുതി ഞാൻ മിണ്ടാതെ നിന്നതാ. അപ്പോൾ നീ ഒന്നും പറയാൻ പോണ്ടട്ടോ. ജോലി കിട്ടുന്നത് വരെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് നിൽക്ക്. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ബ്രോക്കറെ കൊണ്ട് നല്ലൊരു ആലോചന കൊണ്ടുവരാൻ പറയാൻ. ആലോചനയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ആരും ജോലി ഒന്ന് സെറ്റാവട്ടെ, എന്നിട്ട് മതി ബാക്കിയെല്ലാം. പിന്നെ ഉമ്മാനോട് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞ ഉമ്മ എന്തേ എന്നർത്ഥത്തിൽ അവനെ ഒന്ന് നോക്കി. അവൻ്റെ പെണ്ണ് ഈ അടുത്തൊന്നും ഇങ്ങോട്ട് വരില്ലേ? ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല, വരുമ്പോൾ വരട്ടെ. ഇനിയിപ്പോൾ അവനെ മടുത്തു പോയതാണെന്നും പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ പ്ലാനിങ് പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവില്ലേ? ഇല്ല, അവളെ അങ്ങനെ പോവാൻ ഞാൻ അനുവദിക്കില്ല. അവളെ എനിക്ക് വേണം. അന്ന് പെണ്ണ് കാണാൻ പോയ ദിവസം തന്നെ ഞാൻ അവളെ മോഹിച്ചു പോയതാ. ആ കറുമ്പനെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് വില കൊടുത്തും അവളെ ഞാൻ സ്വന്തമാക്കുമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ അണഞ്ഞിട്ടില്ല. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതല്ലേ ആക്സിഡൻ്റ് രൂപത്തിൽ പടച്ചോൻ അവനെ തളർത്തി കിടത്തിയത്. എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാം കഴിയും. എത്രയെന്ന് വെച്ചാ അവൾ അവനെ കാത്തിരിക്കുക. അവിടെ വേണം ആ അവസരം മാക്സിമം ഞാൻ വിനിയോഗിക്കാൻ. അല്ല, നീ എന്താ ചോദിക്കാൻ കാരണം? അല്ലേ, ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് ദിവസമായല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അവൾ വരികയോ വരാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. നീ വന്നേ, ഞാൻ നിനക്ക് ഭക്ഷണം എടുത്തു വെക്കാം. സാർ, വന്നോ? ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് എത്ര സമയമായി? ബസ് കിട്ടേണ്ടേ? ലാസ്റ്റ് ഓട്ടോ വിളിച്ച് പോന്നു. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് കാർ എടുത്ത് പോയിക്കോന്ന്? ഇപ്പോൾ ആ മരുന്ന് മെഡിക്കൽ ഷോപ്പിലില്ലല്ലോ, ടൗണിലേക്ക് പോവേണ്ടി വന്നില്ലേ? ഇവിടെ അടുത്തില്ലെന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയി വരാമെന്ന് കരുതിയതാണ്. ടൗണിൽ പോണത് ഇപ്പോൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. പ്രതീക്ഷിക്കാതെ പോയതല്ലേ.
അല്ല, സാറിൻ്റെ അനിയൻ എന്തിനാ വന്നത്? അവൻ എന്തെങ്കിലും പറഞ്ഞോ? അതിനു മുമ്പ് നിന്നോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. എന്താ? നീ എന്നൊരു സ്വപ്നം കണ്ട് നെട്ടിയെന്ന് പറഞ്ഞല്ലോ. ആ സ്വപ്നം ഓൻ എന്നെ എന്തെങ്കിലും ചെയ്യുന്നതാണോ? അല്ല, എൻ്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നാ. ഇങ്ങനെ എന്നെ നോക്കി നിൽക്കാതെ മറുപടി പറ ആദി. ഇവിടെയുള്ളവരെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല, പ്രത്യേകിച്ച് സാറിൻ്റെ അനിയനെ. അതാണ് അന്ന് ഞാൻ ഡോർ ലോക്ക് ചെയ്ത് പോവാറ്. ആരും എന്നെ ഒന്നും ചെയ്യില്ലടാ. അതോർത്ത് ഞാൻ ടെൻഷനാവണ്ട. സാറ് സൂക്ഷിക്കണം കേട്ടോ. അവർക്ക് സാറിൻ്റെ പണത്തിലാണ് കണ്ണ്. എല്ലാം എനിക്കറിയാം മതി. ഒന്നും അറിയാത്തത് കൊണ്ടല്ല, പിന്നെ എല്ലാം ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നതാ. ബാക്കി പിന്നെ സംസാരിക്കാം. നീ പോയി ഡ്രസ്സ് മാറുക. എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കണം. ആ സാറേ, എനിക്ക് എൻ്റെ ഫോണിലേക്ക് ജിനു വിളിച്ചിരുന്നു. സാറിൻ്റെ ഫോണിലേക്ക് കിട്ടുന്നില്ല അറിഞ്ഞിട്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു? സാറെന്താ ജിനു രാവിലെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? ജിനുവിനത് നല്ല വിഷമമായാലോ. അവൾ എന്നെ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ലടാ. അത് സൈലൻറ്റിലായിരുന്നു. ഞാൻ പോയതിന് ശേഷം സാറ് ഉറങ്ങിയോ? ഇല്ല, ഞാൻ പോയതിന് ശേഷമാണ് ജിനു എന്നെ ഒന്ന് സാറിൻ്റെ ഇതിലേക്ക് വിളിച്ചത്. ഒന്ന് എടുത്തു നോക്കേ, കോള് വന്നിട്ടുണ്ടോ എന്ന്. 3 മിസ് കോള്. ഇത് സൈലൻ്റ് ആക്കി വെച്ചാൽ എങ്ങനെ കാണോ? ഫോൺ ഉയർത്തി കാണിച്ചുകൊണ്ട് ആദി പറഞ്ഞു. അല്ല, നിന്നോട് വിളിച്ച് അവൻ എന്താ പറഞ്ഞത്? നാളെയല്ലേ അവളുടെ കസിൻ്റെ മാരേജ്. പക്ഷേ അവൾ പോകുന്നില്ലത്രേ. പോകുന്നില്ലേ? കാരണം എന്താ? ജിനുവിൻ്റെ മൈൻഡൊക്കെ ഒന്നിലേക്കും ഇറങ്ങി ചെല്ലില്ലെന്ന്, സന്തോഷിക്കാൻ പറ്റുന്നില്ലെന്ന്. ഇതൊന്നും സാറിനോട് പറയണ്ടെന്നാണ് പറഞ്ഞത്. പാവം, എത്ര സന്തോഷത്തോടെ നടന്ന പെണ്ണായിരുന്നു. ഞാൻ കാരണം അവളെ സന്തോഷങ്ങളെല്ലാം കെട്ടടങ്ങി അല്ലേടാ? സാർ എന്തിനു ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നത്? അത് അവളെ സ്ഥാനത്ത് ആരായാലും ഇതേ മാനസികാവസ്ഥ തന്നെയായിരിക്കും. ഈ അവസ്ഥ അവൾക്കാണ് വന്നതെങ്കിൽ സാറിന് ഇങ്ങനെ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തേണ്ട. പിന്നെ അവൾ എന്ത് പറഞ്ഞു? അവൾ വന്നാൽ ചോദിക്കില്ലെന്ന് വാക്ക് തന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ഇല്ലെങ്കിൽ പറയില്ല. ഇല്ലടാ, ഞാൻ അവളോട് ചോദിക്കില്ല. നിന്നോട് എന്താ പറഞ്ഞത്? അവൾ പറഞ്ഞേ സാറിന് അവളോട് എന്തൊരു ഇഷ്ടക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അവൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. എനിക്കോ? അതെ. എന്താ അപ്പോൾ അവൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഫോൺ ചെയ്യുമ്പോഴൊക്കെ സാറ് താല്പര്യമില്ലാത്ത പോലെയാണ് സംസാരിക്കുന്നതെന്നാണ് അവൾ പറയുന്നത്. എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞ് വേഗം ഫോൺ വെക്കുമെന്ന്. പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവൾ എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കല്ലേ. ഇല്ലടാ. ഏതായാലും അവൾ നിന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചല്ലോ, അതിൽ സന്തോഷമുണ്ട്. പിന്നെ നീ പറയണം കേട്ടോ, എനിക്ക് അവളോട് ഒരു ഇഷ്ടക്കുറവില്ലെന്ന്. ഇഷ്ടം കൂടുതലേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം അങ്ങനെയല്ലേ, എല്ലാത്തിനും അതിൻ്റേതായ പരിമിതികളുണ്ടാവില്ലേ. പിന്നെ അവൾ പറഞ്ഞില്ലേ ഞാൻ കുറഞ്ഞ വാക്കിൽ സംസാരിക്കുന്നു എന്ന്. അതിന് കാരണമുണ്ട്. എനിക്ക് ശരീരം നന്നായിട്ട് വേദനയാണ്. ചിലപ്പോൾ കോൾ വരുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല. അത്രയ്ക്കും വേദനയാണ് എൻ്റെ ശരീരം. എൻ്റെ വേദനയുടെ ആഴം എന്തോരമുണ്ടെന്ന് ഞാൻ അവളോട് പറയാറില്ല. ആ സമയം അവൾ കുറേ സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ കോള് കട്ടാക്കാറാണ്. അല്ലാതെ അവളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. ഞാൻ അവളോട് സംസാരിക്കുമ്പോൾ എൻ്റെ വേദന അവൾ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ്. വെറുതെ എന്തിനാ അവളെയും കൂടി ടെൻഷനാക്കുന്നത്? ഞാൻ സാറിനെ ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ജിനുവിൻ്റെ വിഷമം സാറൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ. സാർ അനുഭവിക്കുന്ന വേദന അത് എത്രമാത്രം ഉണ്ടെന്ന് ആരും അറിയാതെ എനിക്കറിയാം. നമുക്ക് ആ വിഷയം വിടാം. നീ പോയി ഉമ്മാനോടൊരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് തരാൻ പറയോ? നല്ല തലവേദന. ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ടെൻഷനായില്ലേ? അതൊന്നല്ലടാ, വെറുതെ ഒരു തലവേദന. ആരി, നിൻ്റെ ഫോണെന്താ റിങ് ചെയ്യുന്നു? ജിനുവാണല്ലോ. അവൾ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? നീ കോൾ എടുക്കുക, എന്നിട്ട് ലൗഡ് സ്പീക്കറിലിട്. ആദി, നീ തിരക്കിലാണോ? വീട്ടിലെത്തിയോ? ഇല്ലെന്ന് പറ. ഷാനു അവനെ നോക്കിക്കൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞതൊന്നും ഷാനുക്കാനോട് പറയില്ല കേട്ടോ. എൻ്റെ വിഷമം ഞാൻ മറ്റൊരാളോട് പറയാനില്ലാത്തത് കൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. അതിനിപ്പോൾ എന്താ? അത് സാരില്ല, ഞാൻ ആരോടും പറയില്ല. പിന്നെ എനിക്ക് തോന്നിയ കാര്യം കൂടി ഞാൻ നിന്നോട് പറയട്ടെ. പറഞ്ഞോ.
അവൾ എന്താണ് പറയുന്നതെന്നറിയാൻ ഷാനു കാതും കൂർപ്പിച്ചിരിപ്പാണ്. അത് കണ്ട ആദി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഞാൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യം ഷാനുക്കോടിനോട് പറയില്ലെന്ന് ഉറപ്പില്ലേ? ഞാൻ പറയില്ല. എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോ. ഷാനുക്കാക്ക് തോന്നുന്നുണ്ടാവുമോ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെന്ന്? അതുകൊണ്ടാവോ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏയ്, അതൊന്നുമില്ല. ഷാനുക്ക ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരാ പറഞ്ഞത്? നീ എന്ന് വെച്ചാലേ സാറിന് ജീവനാണ്. പിന്നെ സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ഒരുപാട് വേദന അനുഭവിച്ചിട്ടാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. ഈ അവസ്ഥയിലും തളരാതെ സാറിനെ ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് ജിനു കൂടെയുള്ളത് കൊണ്ടാണ്. പിന്നെ സാറ് എഴുന്നേറ്റ് നടക്കുമെന്ന് സാറിന് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എന്തിനാ നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? അത് നിന്റെ തോന്നൽ മാത്രമാണ്. ആവാം എന്നല്ല, ആണ്. ദേ, ആവശ്യമില്ലാത്തതും ചിന്തിക്കാതെ നാളെ വൈകിട്ട് ഇങ്ങ് വന്നേക്കണം കേട്ടോ. സാർ ഇവിടെ വരുന്നതും കാത്തിരിക്കുകയാണ്. ഇന്ന് തന്നെ അവിടേക്ക് വരാൻ ആഗ്രഹം എൻ്റെ. പക്ഷേ ഞാൻ വന്നാൽ ഷാനുക്ക് വിചാരിക്കില്ലേ ഞാൻ വിവാഹത്തിന് പോയിട്ടില്ലെന്ന്? അല്പമെങ്കിലും ഞാൻ സന്തോഷിക്കട്ടെ എന്ന് കരുതിയാണ് എന്നെ നിർബന്ധിച്ച് വിവാഹത്തിന് പറഞ്ഞയച്ചത്. ഞാൻ പോയില്ലെന്ന് പറഞ്ഞാൽ അത് ഷാനുക്കാക്ക് വിഷമാവും. അതുകൊണ്ടേ ഞാൻ നാളെ വൈകിട്ട് വരാം. എന്നാൽ ശരി. അതേ, ഇതത്ര നല്ല സ്വഭാവമല്ല കേട്ടോ ആദി ഷാനുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളെ സ്വഭാവം ഞാൻ കേട്ടതുകൊണ്ടാവും നിൻ്റെ ഡയലോഗ്. നിങ്ങളിപ്പോൾ വലിയ കമ്പനിയായില്ലേ, ഞാൻ പുറത്ത്. കേൾക്കുക മാത്രമല്ലല്ലോ, പിന്നെ അതോർത്ത് ടെൻഷനാവില്ലേ? അവൾ പറഞ്ഞതിലും ഒത്തിരി കാര്യമുണ്ടല്ലടാ. പിന്നെ അവൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്. എന്ത് കാര്യം? അവളെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചത് തന്നെയാണ് സാർ. അത് കേട്ട് ഒരു നെറ്റിലൂടെയായിരുന്നു ആദി ഷാനുവിനെ വിളിച്ചത്. വിവാഹത്തിന് മുമ്പേ അവൾ എന്നോടൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അവൾക്ക് പഠിക്കണം, അവൾ ആഗ്രഹിച്ച ജോലി നേടണമെന്ന്. പക്ഷേ രണ്ടും എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതിന് ഈ ഭാഗ്യം കിട്ടവൻ്റെ കൂടെ നിന്നാൽ അവളെ സ്വപ്നങ്ങളൊന്നും നടക്കൂല ആദി. അതിന് അവൾ എന്നെ വിട്ടു പോകണം. അവളെ കാത്തു നല്ലൊരു ജീവിതം കിടപ്പുണ്ട്. എന്നെ വിട്ടു പോയാൽ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കും. 6 മാസം എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും എനിക്ക് വലിയ പ്രതീക്ഷയിലൊന്നുമില്ല ആദി. സാർ എന്ത് ഭ്രാന്താ പറയുന്നത്? ഇതേ വയ്യാതെ കിടക്കുന്നതൊന്നും ഞാൻ നോക്കൂല. ഒന്നെങ്കിൽ തരൂട്ടോ. അവൻ ഷാനുവിനെ അടുക്കാൻ എന്നോണം ദേഷ്യം ഉയർത്തി പറഞ്ഞു. ആദ്യം വേണ്ടതേ ആത്മവിശ്വാസമാണ്. എന്തിനാ ഇങ്ങനെ എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്നത്? പോസിറ്റീവ് ചിന്താഗതികളെ കൊണ്ട് മാത്രമേ സാറിൻ്റെ ആരോഗ്യം പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ നെഗറ്റീവ് ചിന്താഗതികളുമായി നടന്നാലേ മെഡിസിൻ കഴിക്കുന്നതിന് ഫലമില്ലാതായി മാറും. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ, ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ കിടപ്പ് എനിക്ക് മടുത്തു. അപ്പോൾ 6 മാസം നീയൊന്ന് ആലോചിച്ച് നോക്ക്. 6 മാസം, അത് ഏകദേശം ഒരു കണക്കില്ലേ ഡോക്ടർ പറഞ്ഞത് ഷാനു? അതിനു മുമ്പ് സാറ് എണീറ്റ് നടന്നാലോ? അതിന് ഷാനു അവനെയൊന്ന് നോക്കി ചിരിച്ചു. സാറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഈ നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാവണമെങ്കിലേ സാറിൻ്റെ വൈഫ് അരികിൽ വേണം. സ്നേഹം കൊണ്ട് മാത്രമേ സാറിൻ്റെ നെഗറ്റീവ് ചിന്തകളെ തുടച്ചു മാറ്റാൻ സാധിക്കൂ. ഇനി എനിക്കറിയാം എന്ത് വേണമെന്ന്. നീ എന്താ ആദ്യം ആലോചിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല, ഞാൻ പോയി ചായ കൊണ്ടുവരാം. അവൻ റൂമിൽ നിന്ന് പോയപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. അത് എടുത്തു നോക്കുമ്പോൾ ജിനു ആണ്. എന്തോ ആ സമയം അവളോട് സംസാരിക്കാൻ മൂടില്ലാത്തത് കൊണ്ട് ആ കോൾ എടുത്തില്ല. ആദ്യം ചായയുമായി റൂമിലേക്ക് വരുമ്പോൾ വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇനി കോൾ എടുക്കുന്നത് വരെ അവൾ വിളിച്ചുകൊണ്ട് നിൽക്കും. എനിക്കാണെങ്കിൽ ഇപ്പോൾ സംസാരിക്കാനുള്ളൊരു മൂഡില്ല. സാർ എന്താ ഫോൺ എടുക്കാത്തത്? ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടില്ലേ? കുറേ വിളിക്കുമ്പോൾ അങ്ങ് നിർത്തിക്കോളൂ. നീ ആ ചായ ഇങ്ങത്താ. ആരെ വിളിച്ചത്? അത് ജിനു. എന്നിട്ടാണ് ഫോൺ എടുക്കാത്തത്? എന്തോ അവളോട് ഇപ്പോൾ സംസാരിക്കാനുള്ളൊരു മൂഡില്ലടാ. ഇതേ സാറിനെ വിളിച്ച് കോൾ എടുക്കാത്തത് കൊണ്ട് എന്നെ വിളിക്കുന്നു. നീ ഇവിടെ എത്തിയില്ലെന്ന് പറഞ്ഞാൽ മതി. ഇത് ശരിയല്ല കേട്ടോ സാറേ. ആ ചായ ഇങ്ങ് തന്നിട്ട് മിണ്ടാതെ ഫോൺ എടുത്ത് സംസാരിക്കാൻ നോക്ക്. നീ ഇപ്പോഴും വീട്ടിലെത്തിയില്ലേ ആദി? ഇല്ല. ഷാനുഖാനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഒത്തിരി തവണ വിളിച്ചു നോക്കിയില്ലേ. ഇപ്പം എന്താ ചെയ്യുക? നീ എന്താ പോവാത്തത്? സാറ് ഉറക്കിലാവും, അതായിരിക്കും കോൾ എടുക്കാത്തത്. നീ വീട്ടിലെത്തിയാൽ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണേ. എനിക്ക് ഷാനുഖാനോട് സംസാരിക്കണം. ആയിക്കോട്ടെ, ഞാൻ വീട്ടിലെത്തിയിട്ട് നിന്നെ തിരിച്ചു വിളിക്കാട്ടോ. ഇതല്പം കടന്ന കൈ ആയിപ്പോയിട്ടോ. സ്വന്തം ഭാര്യ വിളിച്ചിട്ടും ഫോൺ എടുത്ത് സംസാരിക്കാൻ മടി. എന്താ സാറിൻ്റെ ഉദ്ദേശം? സാറിൻ്റെ ഈ അവഗണനയാണ് അവളെ പലതും ചിന്തിച്ച് കൂട്ടിപ്പിക്കുന്നത്. അവൾ പോയി രക്ഷപ്പെട്ടടാ ആദി. എന്നെ നോക്കി അവളുടെ ജീവിതം വെറുതെ തുലയ്ക്കണോ?
ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ കൂടിപ്പോവും. വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കരുത് കേട്ടോ. നീ ചൂടാവല്ലേ ആദി, ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്ക്. നിനക്ക് മനസ്സിലാവും ഞാൻ ചെയ്യുന്നതാ ശരിയെന്ന്. എങ്കിൽ പിന്നെ അവളോട് നേരിട്ട് പറ, എന്നെ നോക്കി നിൻ്റെ ജീവിതം തുലയ്ക്കാതെ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന്. എന്തേ, അവളോട് പറയാൻ പറ്റുമോ സാറിന്? ആദിയുടെ സംസാരം അല്പം ഉച്ചത്തിലായിരുന്നു. അതിൽ ഷാനു ദയനീയമായി ആദിയെ ഒന്ന് നോക്കി. എന്തേ, പറ്റില്ലല്ലേ എന്ന് ചോദിച്ച് അവൻ ഗ്ലാസും എടുത്ത് താഴേക്കിറങ്ങി. അവൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആരൊക്കെയോ സംസാരം താഴെ നിന്ന് കേൾക്കാം. അപ്പോൾ അവന് മനസ്സിലായി ഷാനുവിനെ കാണാൻ വന്നവരാണെന്ന്. താഴേക്ക് പോവാതെ അവൻ റൂമിലേക്ക് തന്നെ കയറി. ദേ, സാറിനെ കാണാൻ ആരൊക്കെയോ വരുന്നുണ്ട്. എന്നെ നീ ഒന്ന് പിടിച്ചു കിടത്തിക്കേ. ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കാൻ വയ്യ, പുറം വേദനയാവുന്നുണ്ട്. ദേ, വരുന്നവരോട് നെഗറ്റീവ് സംസാരം എങ്ങാനും സംസാരിക്കാൻ പോയാൽ. ഒരു ഭീഷണി പോലെ ആദി നിർത്തി. അപ്പോഴേക്കും വന്നവർ റൂമിലേക്ക് എത്തിയിരുന്നു. എല്ലാം അവൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളായിരുന്നു. അവർക്കെല്ലാം ആദിയെ മുൻപേ പരിചയമുള്ളത് കൊണ്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചത് ആദി തന്നെയായിരുന്നു. ആദിയെപ്പോലെ ഒരാളെ കിട്ടിയത് തൻ്റെ ഭാഗ്യമാണെന്ന് ഷാനു അവരോട് പറയുമ്പോൾ അത് ആദിയിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. വന്നവർക്കൊരു ഗ്ലാസ് ചായ കൊടുക്കാഞ്ഞത് വളരെ മോശമായല്ലേ ആദി? ഓഫീസ് സ്റ്റാഫ് പോയതിനു ശേഷം ഷാനു അല്പം സങ്കടത്തോടെ പറഞ്ഞു. സാർ അവരോട് പറഞ്ഞതല്ലേ ചായ കുടിച്ചിട്ട് പോവാന്ന്. സാറിൻ്റെ മര്യാദ സാറ് കാണിച്ചു, പക്ഷെ അവർക്ക് സമയമില്ലെന്ന് പറഞ്ഞ് അവർ വേഗം പോയില്ലേ. അതിലിങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ജിനി ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ചായ കുടിക്കാതെ പറഞ്ഞു വിടൂലായിരുന്നു. എങ്ങനെ? ഒന്നുകൂടി പറഞ്ഞേ, ഞാൻ കേട്ടില്ല. ആദി ചെവി വട്ടം പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോടാ, കളിയാക്കരുത്. നിനക്ക് ഇന്ന് തന്നെ പോണേ ജിനു? വൈകിട്ട് ഉപ്പാൻ്റെപ്പം ഷാനുവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ റെഡിയാവുന്ന ജിനുവിനെ നോക്കി മൂത്ത അനിയത്തി റിൻഷിതയുടെ ചോദ്യം. നീ എന്ത് ചോദ്യമാണ് റിനു ചോദിക്കുന്നത്? അവനവിടെ വയ്യാതെ കിടക്കുമ്പോൾ അവൾ ഇവിടെ വന്നു നിൽക്കുന്നത് ശരിയാണോ? അവൻ്റെ അവസ്ഥയിൽ അവൾ ഇങ്ങോട്ട് വന്നത് തന്നെ ശരിയില്ല. അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ ഉമ്മ പറഞ്ഞു. അവിടെ ഹോംനേഴ്സ് ഇല്ലേ, പിന്നെ ജിനു എന്തിനാ? ഓ പിന്നെ, സ്വന്തം ഭാര്യനെ പോലെ ആവോ ഹോംനേഴ്സ്? ഷാനുഖാനോട് പറഞ്ഞിട്ട് നീ പഠിക്കാൻ പോകണം. എത്രയെന്ന് വെച്ചാൽ നീ വീട്ടിലിരിക്കുക. ഓ പിന്നെ, ഷാനുഖാക്ക് ഭേദാവാതെ ഞാൻ പഠിക്കാൻ പോകൂല. ഈ കാര്യം ഞാൻ ഷാനുഖാനോട് പറഞ്ഞതാ. അതുകൊണ്ട് നിങ്ങളാരും ഈ കാര്യം പറഞ്ഞ് എന്നെ ശല്യം ചെയ്യണ്ട. അങ്ങനെ നോക്കാനല്ലേ ജിനു ഹോംനേഴ്സിനെ നിർത്തിയത്. പിന്നെ നിനക്ക് പഠിക്കാൻ പോയാലെന്താ? പിന്നെ രാത്രി വൈകുന്നേരം വരൂലേ, അപ്പോൾ നിനക്ക് നോക്കാലോ. പറഞ്ഞത് തന്നെ പറയാൻ എനിക്ക് താല്പര്യമില്ല റിനു. ഉപ്പ വന്നേ, നേരം വൈകുന്നു. അവളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ജിനു ഉമ്മാനോട് യാത്ര പറഞ്ഞ് വേഗം പുറത്തേക്കിറങ്ങി. അവൾക്ക് പിന്നാലെ ഉപ്പയും. ആ ചെങ്ങായി എന്ത് കൈവശമാണ് അവൾക്ക് കൊടുത്തത്, അവൾ ഇങ്ങനെ മാറിപ്പോവാൻ. അവർ പോകുന്നത് നോക്കി റിനു പറയുമ്പോൾ ഉമ്മ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ഉപ്പയും ജിനും ഷാനുവിൻ്റെ വീട്ടിലെത്തുമ്പോൾ സമയം സന്ധ്യയോടെ അടുത്തിരുന്നു. ഉമ്മറത്ത് തന്നെ മാമൻ ഇരിപ്പുന്നുണ്ട്. അവരെ കണ്ടപ്പോൾ മാമൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. പിന്നെ മാമനും ഉപ്പയും സംസാരത്തിലാണെന്ന് കണ്ടതും അവൾ വേഗം അകത്തേക്ക് നടന്നു. അവളെ കണ്ട ഉമ്മാൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കണ്ടില്ല. അവൾക്ക് പിന്നെ അവരുടെ സ്വഭാവം മനസ്സിലായതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാതെ വേഗം സ്റ്റെപ്പ് കയറി ഷാനുവിൻ്റെ റൂമിലേക്ക് നടന്നു. അവൾ റൂമിലേക്ക് കയറി പോകുമ്പോഴാണ് ഷാനുവിൻ്റെ റൂമിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അവൻ്റെ അനിയൻ ഷാഹിദിനെ കാണുന്നത്. അവനെ കാണാൻ അവളിൽ ചെറിയൊരു ഭയം വന്നു. അവനത് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ആഹാ, വന്നല്ലോ. എത്ര ദിവസമായി എൻ്റെ ജിനു നീ ഇവിടുന്ന് പോയിട്ട്? നീ ഇല്ലാതെ ഈ വീടാകെ ഉറങ്ങിപ്പോയി. എൻ്റെ ജിനു എന്ന് വിളിച്ചുകൊണ്ടുള്ള അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നി. ഇവിടുന്ന് പോയതിനേക്കാൾ നീ ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ടല്ലോ. അവളെ അരികിലേക്ക് നിന്ന് അടിമുടി നോക്കി ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടൻ പറഞ്ഞു. മാറ്, എനിക്ക് പോണം. അവൾക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അവൻ്റെ നിൽപ്പ്. ഇങ്ങനെ തിരക്ക് കൂട്ടല്ലേ. ഇങ്ങനെ തിരക്ക് പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അത് നീയാണ് തീരുമാനിക്കുന്നത്. പിന്നിൽ നിന്നുള്ള ആ ശബ്ദം കേട്ട് ഷാഹി നെട്ടലോടെയായിരുന്നു തിരിഞ്ഞു നോക്കിയത്. നീ ചെല്ലേ, ഇവനുള്ളത് ഞാൻ കൊടുത്തോളാം. അത് കേൾക്കാൻ കാത്തു നിന്നതുപോലെ ജിനു വേഗം റൂമിലേക്ക് കയറി. ഓഹോ, നീയാണോ അപ്പോൾ ഓളെ രക്ഷകനെ? അല്പം പുച്ഛത്തോടെയായിരുന്നു ഷാഹി ആദിയെ നോക്കിയത്. അതെ, അതിന് ഇയാൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആദ്യം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഹോം നേഴ്സ് എന്ന് പറഞ്ഞ് നീ ഇവിടെ കയറിക്കൂടത് എന്തിനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി മോനെ. ഷാനു തളർന്ന് കിടപ്പല്ലേ, അപ്പോൾ രണ്ടിനും എന്തും ആവാലോ. ഡാ,
ആദ്യം അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് മുൻപോട്ട് ആഞ്ഞു വലിച്ചു. എല്ലാവരും നിന്നെപ്പോലെ ആണെന്ന് കരുതരുതട്ടോ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത നിന്നോടൊന്നും കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടേ പോവാൻ നോക്കുമോൻ. അതും പറഞ്ഞ് ആദ്യം അവനെ പിടിച്ച് ഒരു തള്ളായിരുന്നു. ആ തള്ളലിൽ അവൻ സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് വീണ് താഴെ എത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ ആദ്യം ഇറങ്ങി. ഷാനുക്ക. പാതി മയക്കത്തിലുള്ള ഷാനു ആ ശബ്ദം കേട്ട ഉടനെ കണ്ണു തുറന്നു നോക്കി. ആഹാ, നീ വന്നോ? ഉറക്കായിരുന്നോ? അവൻ്റെ ബെഡിൻ്റെ ഒരറ്റത്തിരുന്നവൾ ചോദിച്ചു. ആ, ഒന്ന് മയങ്ങിപ്പോയി. ആരാ നിൻ്റെ കൂടെ വന്നത്? ഉപ്പ. എന്നിട്ട് ഉപ്പ ഇവിടെ? ഉപ്പ മാമനുമായി സംസാരിക്കുന്നുണ്ട്. കല്യാണം അടിച്ചു പൊളിച്ചോ? എന്തൊരു നീ പോയില്ലായിരുന്നോ കല്യാണത്തിന്? ആ ചോദ്യം അവളെ ഒന്ന് നെട്ടിച്ചു. പിന്നെ ആ നെട്ടിൽ പുറത്തു കാണിക്കാതെ അവൾ പറഞ്ഞു, ഞാൻ പോയിരുന്നു. ഇപ്പോൾ തലയിലും മുറിവിനും വേദനയൊന്നും ഇല്ലല്ലോ ഷാനുക്ക? അവൻ്റെ നെറ്റിയിൽ പതിയെ തടവിക്കൊണ്ടവൾ ചോദിച്ചു. ഏയ്, ഇപ്പോൾ തലയിലെ വേദനയൊന്നുമില്ല, അതൊക്കെ കുറഞ്ഞു. നീ കല്യാണമായിട്ട് മൈലാഞ്ചിയൊന്നും ഇട്ടില്ല പെണ്ണേ? അവൻ്റെ തലയുടെ കയ്യിലേക്ക് നോക്കിയായിരുന്നു അവൻ ചോദിച്ചത്. ഇല്ല, മൈലാഞ്ചി ഇടാനെന്നൊരു മൂടില്ലായിരുന്നു ഷാനുക്ക. നിന്റെ മൂഡ് ആര് കൊണ്ടുപോയി? അവൻ്റെ വിരലുകൾ അവളുടെ വലതു കൈയിലെ വിരലിൽ കോർത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ പ്രാണൻ ഇവിടെ കിടക്കുമ്പോൾ മൈലാഞ്ചി ഇട്ട് സന്തോഷിക്കാനുള്ള മൂഡ് വേണ്ടേ എനിക്ക്? എൻ്റെ പ്രാണൻ. ആ വാക്ക് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ മഞ്ഞു പെയ്ത ഫീലായിരുന്നു. ഷാനുക്ക് എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചു. നീ വരുമ്പോൾ ആദ്യം കണ്ടില്ലേ? കണ്ടു, താഴെയുണ്ടായിരുന്നു. താഴെ നടന്ന സംഭവമൊന്നും അവൾ പറയാൻ പോയില്ല. നീ കല്യാണത്തിന് പോയപ്പോൾ ഫോട്ടോ ഒന്നും എടുത്തില്ല ജിനു? ഉണ്ടെങ്കിൽ എനിക്ക് കാണിക്ക്. അത് പിന്നെ ഷാനുക്ക, ഞാൻ ഫോട്ടോ ഒന്നും എടുക്കാൻ പോയില്ല. അവിടെയും ഇവിടെയും തൊടാതെയുള്ള നിന്റെ മറുപടി കേൾക്കുമ്പോൾ നീ കല്യാണത്തിന് പോയിട്ടില്ലേ എന്നൊരു സംശയം. കല്യാണത്തിന് പോയെന്ന് എന്നോട് കള്ളം പറഞ്ഞതാണോ? അതിനവൾ അവനെ നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ജിനു, സത്യം പറയടി, നീ ശരിക്കും കല്യാണത്തിന് പോയില്ലേ? ഇല്ല, എൻ്റെ മനസ്സ് മുഴുവനും ഇവിടെയാണ്. പിന്നെ എങ്ങനെയാണ് എനിക്ക് ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്? ഷാനുക്ക് എണീറ്റ് നടന്നിട്ട് നമുക്ക് ഒത്തിരി കല്യാണങ്ങളിൽ പങ്കെടുക്കാം. അതുവരെ എന്നോട് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറയരുത് കേട്ടോ. ഒരു യാചന പോലെയായിരുന്നു അവൾ പറഞ്ഞത്. എൻ്റെ ജിനു, നിനക്കെങ്കിലും അല്പം സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ പറഞ്ഞു വിട്ടത്. എൻ്റെ സന്തോഷം ഇവിടെയല്ലേ? ആണോ? പിന്നല്ലാതെ. നീ പോയി ഡ്രസ്സ് മാറി വാ എന്നവൾ പറഞ്ഞ് എണീറ്റ് പോവാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്കെന്താ ജിനു കൊണ്ടുവന്നത്? മരുമകന് വേണ്ടി ഉമ്മ ഒത്തിരി പലഹാരങ്ങൾ ഉണ്ടാക്കി തന്നുവിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി ഫ്രഷായിട്ട് വരാം, എന്നിട്ട് തരാം. ഉമ്മ തന്നു വിട്ടത് മാത്രമേ ഉള്ളൂ. നീയായിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, തരട്ടെ. ഇതൊക്കെ ചോദിക്കാതെ തന്നൂടെ നിനക്ക്? ഇപ്പോൾ വേണോ അതോ ഞാൻ ഫ്രഷായി വന്നിട്ട് മതിയോ? ഇപ്പോൾ താ. എങ്കിലേ കണ്ണടിച്ച് പിടിക്ക്. അതെന്തിനാ കണ്ണടിച്ച് പിടിക്കുന്നത്? എന്നാലേ ഞാൻ തരൂ. എനിക്ക് കണ്ണടിച്ച് പിടിക്കാതെ തന്നാൽ മതി. നല്ല കുട്ടിയല്ലേ, കണ്ണടക്ക്. അവൻ്റെ മുഖത്തൊന്ന് തഴുകിക്കൊണ്ടവൾ പറഞ്ഞു. എന്നാൽ കണ്ണടിച്ച് പിടിക്കാം. അവൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയിൽ അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു. അനുസരണയുള്ള കുട്ടിയെപ്പോലെ അങ്ങനെ കിടന്നു. അവൻ്റെ മുഖത്തേക്ക് ഒരു ചുടുനിശ്വാസം മറിഞ്ഞപ്പോൾ അവൻ പതിയെ കണ്ണു തുറന്നു. അപ്പോൾ കൊണ്ടു അവളുടെ ചുണ്ടുകൾ അവൻ്റെ കവളിൽ വന്ന് പതിയുന്നത്. ആ നിമിഷം അവൻ്റെ ശരീരം ആകെ ഒന്ന് കോരി തെറ്റിച്ചുപോയി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ അവനിൽ കൂടെ കടന്നുപോയി. അവളുടെ ചുണ്ടുകൾ അവനിൽ പതിയുമ്പോൾ അവൻ എണീച്ചു കൊടുത്ത മഹർ അവളുടെ കഴുത്തിൽ നിന്നും ഇറങ്ങുമെന്ന് അവൻ്റെ നെഞ്ചിൽ പതിയുന്നുണ്ടായിരുന്നു. ഈ ഞാൻ എന്നും നിൻ്റേത് മാത്രമാണെന്ന അവകാശത്തോടെ. ആ കാഴ്ച കൊണ്ടാണ് ആദി റൂമിലേക്ക് കയറി പോകുന്നത്. പ്രതീക്ഷിക്കാതെ ആദിയെ കണ്ടതും അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഒരു ചമ്മലോടെ അവൾ വേഗം റൂമിലേക്ക് നടന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.